നമസ്കാരം സർ. നമസ്തേ. നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അപ്രതീക്ഷിതവുമായ വാർത്തകൾ ഇറാൻ ഇസ്രായേൽ സംഘടനാ രംഗത്തുനിന്ന് വരുന്നുണ്ട്. അമേരിക്കയും കൂടെ അതിൻ്റെ അകത്ത് മേജർ പോർട്ട് സ്വയം അഭിനയിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അമേരിക്കയുടെ ഏറ്റവും ശക്തമെന്ന് വിചാരിക്കുന്ന F-15, F-35 തുടങ്ങിയ വൻ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, ആർക്കും ഒന്നും തൊടാൻ പറ്റുന്ന കരുതിയ വിമാനങ്ങൾ ഇപ്പോൾ വെടിവെച്ചിട്ടതായി ഇറാനിയൻ ഏജൻസികൾ, അതുപോലെ തന്നെ മറ്റു ചില ന്യൂസ് ഏജൻസികളും കൺഫേം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാകുമോ, അതോ അമേരിക്ക തന്നെ കാൽക്കുലേറ്റ് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കുമോ ഇത്? ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് നേരിട്ട തിരിച്ചടി തന്നെയാണ്. അമേരിക്ക പറയുന്ന കള്ളമൊന്നുമല്ല. ഇത് സ്വാഭാവികമായിട്ടും ഒരു വലിയ സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇതൊന്നും അത്ര ആധുനികമല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇറാൻ എങ്ങനെയാണ് ഈ ഒരു അമേരിക്കയുടെ അത്യന്താധുനിക വിമാനങ്ങൾ വെടിവെച്ചിടാനോ അല്ലെങ്കിൽ ഇതിനെ ആക്രമിച്ചിട്ട് ഇതിന് കേടുപാടുകൾ സംഭവിക്കുന്നതോ എങ്ങനെയാണ് എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഈ ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടിയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ അമേരിക്കയുടെ F-35 ലൈറ്റ്നിങ്, F-15 ഈഗിൾ, F-A-10 ഇങ്ങനെ 3 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായിട്ടാണ് ഇറാൻ അവകാശപ്പെട്ടത്. ഇതിലെ 3 പൈലറ്റുമാര്, 3-3 പൈലറ്റുമാരും അതുപോലെ തന്നെ ഓപ്പറേറ്റർമാരുണ്ട്. അതായത് വെപ്പൺ ഓപ്പറേറ്റർ. ചില വിമാനങ്ങളിലൊക്കെ പൈലറ്റിനെ കൂടാതെ ഒരു വെപ്പൺ ഓപ്പറേറ്റർ അല്ലെങ്കിൽ പഴയ കാലത്ത് ഗണ്ണർമാരെന്നൊക്കെ പറയും, അവരായിരുന്നു വിമാനത്തിന്റെ പീരങ്കികൾ വെച്ച് വെടിവെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴേ അതില്ല. ഇപ്പൊ പല വിമാനങ്ങളും അത് വിമാനത്തിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ അതിന്റെ സെൻസറുകളുമായിട്ടും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് പൈലറ്റ് തന്നെയാണ് അത് ചെയ്യുന്നത്. അങ്ങനെയുണ്ട്. ഒന്നിലധികം ആൾക്കാരില്ല. പക്ഷെ ചില വിമാനങ്ങളിൽ ഇപ്പോഴും ഒന്നിലധികം ആൾക്കാർ ഉണ്ടാകും. അപ്പോ അങ്ങനെ മൂന്നിലധികമോ ആൾക്കാർ ഈ വിമാനങ്ങൾ വെടിവെച്ചിട്ടപ്പോൾ അവർക്ക് ഇജക്റ്റ് ചെയ്യേണ്ട വന്നു. അതായത് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടേണ്ട വന്നു. അങ്ങനെ ചാടിയതിൽ ഒരാളെ അമേരിക്ക, ഇപ്പൊ 2 പേരെന്ന് ഏറ്റവും ഒടുവിൽ പറയുന്നു, അമേരിക്ക രക്ഷപ്പെടുത്തി. ഇതിന്റെ പുറകെ തന്നെ അമേരിക്കയുടെ വിമാനങ്ങൾ, സെർച്ച് വിമാനങ്ങൾ വന്നു. അവരെ ഈ ഗ്രൗണ്ടിൽ നിന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്തിട്ട് ഈ താഴെ ആളുണ്ടെങ്കിൽ അവിടേക്ക് പാര ഡ്രോപ്പ് ചെയ്യും ഭടന്മാരെ. എന്നിട്ട് തിരിച്ച് വേറൊരു വിമാനത്തോ ഹെലികോപ്റ്ററിലോ കയറി അവർ രക്ഷപ്പെടും. അപ്പൊ അങ്ങനെ രക്ഷപ്പെടുത്താൻ വന്ന 2 ഹെലികോപ്റ്ററുകളിൽ നേർക്കും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. പക്ഷെ ആ 2 ഹെലികോപ്റ്ററുകളും മിസൈൽ ഹിറ്റ് ആയിട്ടുണ്ടെങ്കിലും അത് രക്ഷപ്പെട്ടു. അത് പിന്നെ ഇറാന്റെ പരിധിക്ക് പുറത്തേക്ക് പറന്നുപോയി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇനി എങ്ങനെയാണ് ഇറാൻ ഈ അമേരിക്കയുടെ ആധുനിക വിമാനങ്ങൾ, കാരണം അമേരിക്ക അവകാശപ്പെട്ടിരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇറാന് മേൽ സമ്പൂർണ്ണ വ്യോമാധിപത്യം സ്ഥാപിച്ചു. അതായത് ഇറാന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ, റഡാർ സിസ്റ്റങ്ങളെയും പൂർണ്ണമായിട്ട് തകർത്തു. രണ്ടാമത്തേത് അമേരിക്കയുടെ വിമാനങ്ങൾ സ്റ്റെൽത്ത് വിമാനങ്ങളാണ്. അത് പ്രത്യേകിച്ച് F-35. ഈ F-35 അതായത് റഡാറിൽ ഇത് റഡാർ സിഗ്നേച്ചർ എന്ന് പറയും വിമാനത്തിന്. അതായത് ഒരു വിമാനത്തിന്റെ എത്ര ഭാഗമാണ് ആ റഡാറിന്റെ ഒരു പരിധിയിൽപ്പെടുന്ന, റഡാറിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്, അത് വളരെ കുറവായിരിക്കും. ഇപ്പൊ F-35 സംബന്ധിച്ച് അവർ അവകാശപ്പെടുന്നത് F-22 റാപ്റ്റർ എന്ന് പറഞ്ഞൊരു വിമാനമുണ്ട്, F-35 ലൈറ്റ്നിങ്. ഈ 2നും അമേരിക്കയുടെ അവകാശവാദം എന്തെന്നാൽ ഇത് 0.1 സ്ക്വയർ മീറ്ററിൽ താഴെയാണ് ഇതിന്റെ റഡാർ ഡിറ്റക്റ്റബിൾ ഏരിയ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇറാൻ ഈ വിമാനങ്ങളെ വെടിവെച്ചിടുകയോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തുകയോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇനാക്ടിവേറ്റ് ചെയ്യുകയോ ചെയ്തത് എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് ഞാനിപ്പോൾ മറുപടി പറയുന്നതിന് മുമ്പ് ഞാനൊരു സംഭവം പറയാം. അതായത് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഈ അമേരിക്കയുടെ ഒരു F-35 വിമാനം തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു അടിയന്തര ലാൻഡിങ് നടത്തേണ്ടി വന്നു. അത് അമേരിക്ക നിർമ്മിച്ച വിമാനമാണെങ്കിലും ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനമാണ്. നമ്മളാണ് യഥാർത്ഥത്തിൽ അത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഞാനാണ് ആ വാർത്ത ചെയ്തത്. അപ്പോ അതില് അന്ന് നമുക്ക് പല സോഴ്സസും നമ്മളോട് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു ഇലക്ട്രോണിക് വാർഫെയറിന്റെ ഭാഗമായിട്ട് ആ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അതായത് ഇന്ത്യയുടെ വ്യോമാതിർത്തി
ആ വിമാനം ലംഘിച്ചത് മനഃപൂർവ്വം അവർ ചെയ്തതാണ്. അതായത് സാധാരണഗതിയിൽ ഈ ഒരു വിമാനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് നമുക്ക് അടിയന്തരമായിട്ട് മറ്റൊരു രാജ്യത്ത് ലാൻഡ് ചെയ്യണമെങ്കിൽ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് അവിടെ ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ വിമാനം ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിച്ചു. ഇത് ഇന്ത്യക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നറിയാനുള്ള ഒരു പരീക്ഷണമായിരുന്നു അമേരിക്ക നടത്തിയത്. അമേരിക്കയുടെ പിന്തുണയോടുകൂടി അറിവോടുകൂടി ഇറാൻ നടത്തിയത്, ബ്രിട്ടൻ നടത്തിയത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇന്ത്യയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൽ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ട് ഇതിനെതിരെ ഒരു ജാമിങ് നടത്തി. ആ ജാമിങ്ങിന്റെ ഭാഗമായിട്ട് വിമാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റാതായി, അടിയന്തരമായിട്ട് ഇറങ്ങണം. അവർ പെട്ടെന്ന് സഹായം അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങി. പിന്നീട് 1.5 മാസം കഴിഞ്ഞിട്ടാണ് ആ വിമാനം ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അതായത് ഈ വിമാനവാഹിനി കപ്പലിൽ ഉള്ള ടെക്നീഷ്യന്മാരൊന്നും വന്നിട്ട് ശരിയായില്ല. ലണ്ടനിൽ നിന്ന് ടെക്നീഷ്യന്മാർ വന്നു, ശരിയായില്ല. അവസാനം ഈ വിമാനം നിർമ്മിച്ച കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിനിൽ നിന്നും ടെക്നീഷ്യന്മാർ വന്നു. എന്നിട്ട് 2 ആഴ്ച കൊണ്ടാണ് അവരത് ശരിപ്പെടുത്തിയത്. അപ്പോൾ തന്നെ മനസ്സിലായിരുന്നു അതൊരു ഇലക്ട്രോണിക് വാർഫെയർ, ജാമിങ് ആരോ നടത്തിയതാണെന്നുള്ളത്. അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഇതിന്റെ ഒരു ഇൻവിൻസിബിലിറ്റി അത് പല സന്ദർഭങ്ങളിലായിട്ട് ഇപ്പോൾ അത് പൊളിയുകയാണ്. അതായത് ഈ അമേരിക്കയുടെ F-35 വിമാനം അത് സ്റ്റെൽത്ത് ആണ്. അത് ഒരു കാരണവശാലും റഡാറുകൾക്ക് അതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത് വളരെ തെറ്റാണെന്ന് ഇപ്പോൾ തെളിയുകയും മാത്രവുമല്ല, ഈ വിമാനങ്ങൾ ഇപ്പോൾ 2 തവണ ഇറാൻ ഇതിനെ വെടിവെച്ചിട്ടു എന്നാണ് ഇറാൻ പറയുന്നത്. അത് ആദ്യത്തെ ആക്രമണം ഈ വിമാനത്തിന് നേരെ നടത്തിയത് മാർച്ച് 19 അതിനുശേഷമാണ് ഈ രണ്ടാമത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അപ്പോൾ അമേരിക്ക പറയുന്നത് ഈ വിമാനത്തിന്റെ അവശിഷ്ടം കാണിക്കുന്നില്ല, F-15 മാത്രമേ ഇറാൻ കാണിക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് തൽക്കാലം അവര് F-15 നഷ്ടപ്പെട്ടു, F-15 3 ഇതിനിടയ്ക്ക് പോയി, F-15 നഷ്ടപ്പെട്ടു എന്ന് സമ്മതിച്ചാലും അവർ F-35 കാര്യത്തിൽ അവര് വാതുറക്കില്ല. കാരണം അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വിമാനമാണ്. മാത്രമല്ല ഈ വിമാനം ഏറ്റവും ഒടുവിൽ സ്പെയിന്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളൊന്നും തന്നെ അവർക്ക് ഇനി ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അമേരിക്ക പല നാറ്റോ രാഷ്ട്രങ്ങൾക്കൊക്കെ വിൽക്കാൻ തുടങ്ങിയതാണ്, അവർ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് തരാമെന്ന ഇടയ്ക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇതിനേക്കാൾ മെച്ചം റഷ്യയുടെ Su-57 തന്നെ ആണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇനി ഞാൻ ഒരു ചോദ്യത്തിന് മറുപടിയും കൂടെ പറയാം. അത് ആദ്യമേ പറയണ്ട, ഞാൻ കുറച്ചൊരു പ്രേക്ഷകരുടെ ആകാംക്ഷ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് മാറ്റിവെച്ചതാണ്. അതായത് എങ്ങനെയാണ് ഈ വിമാനങ്ങൾ സാധാരണഗതിയിൽ റഡാറിന് ദൃഷ്ടിയിൽപ്പെടാത്ത ഈ വിമാനം എങ്ങനെയാണ് അവർ താഴെ ഇറക്കിയത് അല്ലെങ്കിൽ വെടിവെച്ചിട്ടത് എങ്ങനെയാണ്? അതിപ്പോ പുറത്തു വരുന്നത് ഇതിന്റെ ഹീറ്റ് സിഗ്നേച്ചർ മിസൈലുകൾ ഉപയോഗിച്ചാണ്. പാസീവ് ഇൻഫ്രാറെഡ് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയത്. ഈ ടെക്നോളജി ഇറാൻ ഉപദേശിച്ചു കൊടുത്തത് ചൈനയാണെന്നാണ്. കാരണം ചൈനീസ് അധികൃതർ ഇപ്പോൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ F-35 വിമാനത്തെ എങ്ങനെ തകർക്കാം എന്ന് പറഞ്ഞ് വിശദമായിട്ട് ഒരു ഗ്രാഫിക്സ് പോലെ ഒരു ആനിമേഷൻ വീഡിയോ ഇപ്പോൾ ചൈന പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് ഈ വിമാനത്തിന്റെ എഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇത് ചൂട് പുറത്തേക്ക് വരുന്നുണ്ട്. അത് തടയാൻ അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല. ആ ചൂട് ഡിറ്റക്ട് ചെയ്ത് ഒരു പരിധിയിലപ്പുറം ദൂരത്താണെങ്കിൽ ഈ പാസീവ് ഇൻഫ്രാറെഡ് മിസൈലുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വിമാനവുമായിട്ട് ഒരു പരിധിയിലധികം അടുത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഇൻഫ്രാറെഡ് മിസൈൽ പ്രയോഗിച്ചാൽ ഒരു രീതിയിലും F-35 രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ്. ഇതൊരു പഴയ തരം മിസൈലാണ്. യഥാർത്ഥത്തിൽ 1950കളുടെ ഒടുവിൽ യുദ്ധങ്ങളിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു മിസൈലാണ്. അപ്പോൾ ഒരു പഴയ ടെക്നോളജി കൊണ്ട് എങ്ങനെ ഒരു ആധുനിക ടെക്നോളജിയുടെ നേട്ടങ്ങളെ മറികടക്കാം എന്നുള്ള ഒരു അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഇവിടെ നടന്നത്. ഈ ഇവിടെ സാധാരണഗതിയിൽ ആക്റ്റീവ് ഇൻഫ്രാറെഡ് മിസൈലും പാസീവ് ഇൻഫ്രാറെഡ് മിസൈലും എന്ന് പറഞ്ഞ 2 തരത്തിലുള്ള മിസൈലുണ്ട്. ഈ ആക്റ്റീവ് ഇൻഫ്രാറെഡ് മിസൈലിൽ നിന്ന് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് തരംഗങ്ങൾ പുറപ്പെടുവിച്ചിട്ട് അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ അപ്പോഴാണ് അതിൻ്റെ
ആ ആക്റ്റീവ് ഇൻഫ്രാറെഡ് മിസൈലിനോട് അനുബന്ധിച്ചിട്ടുള്ള റഡാറുകളും സീക്കറുകളും ഒക്കെ പ്രവർത്തിക്കുന്നു. പക്ഷെ പാസീവ് ആണെങ്കിൽ അത് ഒരു തരത്തിലുള്ള ഇൻഫ്രാറെഡോ ഒരു തരത്തിലുള്ള പിന്നെ റേഡിയോ ഫ്രീക്വൻസിയോ അതിൽ നിന്നും ഉണ്ടാവില്ല. പകരം മറ്റൊരു വസ്തുവിൽ നിന്നും വരുന്ന ചൂടിന് വേണ്ടി അത് വെയിറ്റ് ചെയ്യും. ചൂട് കിട്ടുന്നില്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല. അപ്പം ആ ചൂട് അതിന് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ആ വസ്തുവിലോട്ട് ലോക്ക് ചെയ്യുകയും ആ മിസൈല് അവിടെ നിന്ന് പറന്ന് ആ വിമാനത്തെ എത്തുകയും ആ ലക്ഷ്യസ്ഥാനത്തെ തകർക്കുകയും ചെയ്യും. ഇത്തരം ഒരു ടെക്നോളജി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ കൈവശമുള്ള പഴയകാല ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ചൈന ഇത് ചെയ്യാൻ ഇറാന് ഉപദേശം കൊടുത്തത്. വളരെ വിജയകരമായിട്ട് ഈ ഒരു ടെക്നോളജി ഇറാൻ പ്രയോഗിക്കുകയും ചെയ്തു. അങ്ങനെ പ്രയോഗിച്ചിട്ടാണ് വളരെ കൃത്യമായിട്ട് ഈ പിന്നെ വിമാനങ്ങളെ ഇറാന് തകർക്കാൻ പറ്റിയത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്കുള്ള ഒരു പരിമിതിയായിട്ട് ഇനി ഇത് മാറുകയാണ്. കാരണം ഇറാനിൽ എവിടെ വേണമെങ്കിലും പോയി ആക്രമിക്കാം. വ്യോമ പിന്നെ മേൽക്കോയ്മ അതായിരുന്നു അമേരിക്കയ്ക്കുള്ള ധൈര്യം. കാരണം ഞങ്ങളുടെ വിമാനങ്ങളെ ഇപ്പൊ ടെഹ്റാനിലൂടെ ഞങ്ങൾ സൗകര്യമുള്ള പോലെ പറക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ ഇഷ്ടമുള്ളിടത്ത് ബോംബിടും, ഇഷ്ടമുള്ളിടത്ത് മിസൈൽ പ്രയോഗിക്കും. പക്ഷെ ഇപ്പം മനസ്സിലാവുന്നത് അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പഴയ ആയുധങ്ങൾക്ക് പോലും വേണ്ട രീതിയിൽ തന്ത്രപൂർവ്വം പ്രയോഗിച്ചാൽ, കൃത്യമായ കാൽക്കുലേഷനോടുകൂടി പ്രയോഗിച്ചാൽ അത് ആധുനിക ടെക്നോളജിയെ മറികടക്കാൻ പറ്റും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ശരി, ഒരു മിനിറ്റ് സാറേ, അതിൻ്റെ ഒരു കൺഫർമേഷൻ നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഉണ്ടല്ലോ. പഴയ പാകിസ്ഥാൻ്റെ സാബർ ജെറ്റും അമേരിക്കൻ നമ്മുടെ നാട്ടും തമ്മിലുള്ള കോമ്പാറ്റ് ഉണ്ടല്ലോ. അല്ല, അതില് ഒരു വ്യത്യസ്തതയായിരുന്നു. നാറ്റും സൈബോ എന്ന് പറയുന്ന ജെറ്റും തമ്മിൽ ഉള്ള ഫൈറ്റിൽ നാറ്റ് ചില സൈബോ ജെറ്റുകളെ തകർത്തിരുന്നു, അത് സത്യമാണ്. പക്ഷെ അതിന്റെ കാരണമായിട്ട് പറയുന്നത് അത് നമ്മളീ പറഞ്ഞ ഒരു മിസൈൽ ടെക്നോളജിയോ റഡാറോ ഒന്നുമല്ല. അത് അന്ന് പഴയ കാലത്ത് ഈ വിമാനങ്ങൾ വളരെ അടുത്തെത്തി ഒരു 20-25 കിലോമീറ്ററിനുള്ളിൽ നിന്നുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്. അന്ന് പൈലറ്റിന്റെ സ്കില്ലായിരുന്നു പ്രധാനം. ഈ നാറ്റ് എന്ന് പറയുന്ന വിമാനം വളരെ ചെറുതാണ്, ഒരു ലൈറ്റ് എയർക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇത് പെട്ടെന്ന് തിരിയുകയും മറിയുകയും ചെയ്യും. ഈ സാബ്ര എന്ന് പറയുന്ന ജെറ്റുകൾക്ക് ഭീമാകാരനായ ഒരു ജെറ്റാണ്. അതിന് കറങ്ങി തിരിഞ്ഞ് വരണമെങ്കിൽ അതിന് ബുദ്ധിമുട്ടാണ്. ഇന്നത്തെ പോലെ 360 ഡിഗ്രി വിഷൻ കൊടുക്കുന്ന ഹെൽമറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ ഒന്നും അന്നില്ല. ഇന്ന് അതൊന്നും ആ രീതിയിലൊന്നും നടക്കത്തില്ല. കാരണം ഇന്ന് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്ന് പറയുന്ന ഒരു വിമാനം മറ്റൊരു വിമാനം അതിൻ്റെ അടുത്തേക്ക് ഒരു 100 കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് തന്നെ നമ്മൾ സാധാരണ ഈ BVR മിസൈലുകൾ പ്രയോഗിച്ചിരിക്കും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഡോഗ് ഫൈറ്റ് എന്ന് പറയുന്ന ഒരു ക്ലോസ് കോമ്പാറ്റ് ഇന്ന് നടക്കില്ല. കാരണം ഈ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ BVR മിസൈൽ പ്രയോഗിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെയാണ് നമ്മുടെ മിഗ് വിമാനം പിന്നെ ആദ്യം 2019 പാകിസ്ഥാൻ തകർക്കാനിടയായത്. കാരണം മിഗ് വിമാനമൊക്കെ പഴയ 1970കളുടെ ടെക്നോളജിയാണ് അന്നത്തെ. അതില് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ഇല്ലായിരുന്നു. പാകിസ്ഥാൻ F-15 വിമാനത്തിൽ ആംറാം എന്ന് പറയുന്ന അമേരിക്കയുടെ 80 തൊട്ട് 100 കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ള മിസൈലുകൾ ഉണ്ടാക്കി. അതിനുശേഷമാണ് വേഗത്തിൽ ഇന്ത്യ അത്തരം മിസൈലുകൾ, അതായത് മെറ്റിയോർ, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ സ്വന്തമായിട്ട് തൃശൂൽ മിസൈലുകൾ വികസിപ്പിച്ച് അസ്ത്ര എന്ന് പറയുന്ന മിസൈലുകൾ വികസിപ്പിച്ചെടുത്തു. അസ്ത്ര 1, 2. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പുതിയ മിസൈലുകൾ BVR മിസൈലുകൾ വാങ്ങിച്ചു. അത് വേറൊരു സംഭവമാണ്. പക്ഷേ ടെക്നോളജി, ഈ വ്യോമ മേഖലയിലെ ടെക്നോളജി ഓരോ വർഷവും കഴിയുമ്പോഴും മാറുക. ഒറ്റ വർഷം മാത്രമാണ് പലതും നിലനിൽക്കുന്നത്. എന്തായാലും ശരി, ഇറാന് അമേരിക്കയെ വിറപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ ഈ ഒരു അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ തകർച്ച നമ്മളെ സൂചിപ്പിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇതിൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.